ഞാൻ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ്. എനിക്ക് ബ്ലോഗിൽ വലിയ താല്പര്യമില്ല. ഷെയിം പപ്പി ഷെയിം. എൻ്റെ ഉള്ളിലെ മാനസിക രോഗീനെ നീ പുറത്തെടുത്ത് ഇനി ഞാൻ വിടുക. ഇതിലൊരു കവിളും കൂടെ ഞാൻ ഇറക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഞാൻ ആള് പറയാം. അടച്ചു പോക്കറ്റ് നീ ഫോൺ എടുത്തു എടുക്കാൻ കാരണമുണ്ട്. പോക്കറ്റിൽ ഫോൺ വെച്ച് ഡമ്പൽക്കുകൾ ചെയ്യാൻ അറിയണ്ടല്ല. പുഷ്പക്കുകൾ ചെയ്യുമ്പോ പോക്കറ്റിന്റെ അടുത്ത കയ്യെത്താം. എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. ഞാൻ എന്താണ് സ്വപ്നത്തിൽ കണ്ടത് അത് നടന്നു. കൈ കുറച്ച് ബെൻഡ് ചെയ്തോ, അത്ര ഇതാക്കണമെന്നില്ല. നിവർത്തണമെന്നില്ല. അതന്നെ എൻ്റെ ആ സെറ്റിനും ഇങ്ങനെ കൂടെ നിൽക്കേണ്ട ആവശ്യം കഴിഞ്ഞിട്ടോ അവൻ്റെ എല്ലാം. ഞാൻ വെറുതെ വീഡിയോന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. തൽക്കാലം വർക്കിംഗ് സെറ്റിന് മാത്രം നിൽക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം സെറ്റാണ്. പിന്നെ ഷെഡ്യൂൾസ് എല്ലാം മാറുമ്പോഴും വർക്കൗട്ട് എന്തെങ്കിലും പുതിയ സ്റ്റൈലിൽ ചെയ്യുന്ന സമയത്തൊക്കെ മോനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് വിട്ടാലോ ചെയ്യും. അടിപൊളിയായിരിക്കും. മോനും എൻ്റെ ചെറിയ മോനും ഓനൊന്നുമില്ല. ചെറിയ മോനും വേണമെങ്കിൽ ആൾക്കാരെ വർക്കൗട്ട് തന്നെ ചെയ്യിപ്പിക്കും ഒറ്റയ്ക്ക്. ആകെ 9 എത്തിയിട്ടുള്ളൂ. പക്ഷെ ആള് വലിയ ആളാന്നുള്ള തോന്നലാണ് അവൻ്റെ മനസ്സിൽ. പക്ഷെ അതല്ല. വീഡിയോയിൽ കണ്ടിട്ട് സുമ്മനെ ചീത്ത പറയും. വീട്ടിലൊക്കെയാ വീഡിയോ ഓനെന്നെ ചീത്ത പറയും. ഓന്റെ കുറെ വീഡിയോസ് എൻ്റെ അടുത്ത് ഉണ്ടാക്കിയിട്ട് ഇതൊന്നും പറഞ്ഞ് പേടിപ്പിക്കാനല്ലോ. വീഡിയോനെ സൈഡിൽ വെച്ചെടുത്താണ് അവന്റെ ചെറിയ ചെറിയ വീഡിയോസ് പറഞ്ഞത്. Five, 6, 7, 8, 9, 10. ഇല്ല, സെറ്റ് കൂടി. ഇല്ല, 40 പോവാല്ലേ. One, 2, 3, 5, 6, 7, 8, 9, 10. 1, 2, 3 more. 1, 2, 2. Yes. Oh. Really? Oh. ഞാൻ ഇങ്ങനത്തെ മോട്ടിവേഷൻ വീഡിയോസ് ഒന്നും ഞാൻ കാണില്ല. ഞാൻ വർക്കൗട്ട് വീഡിയോസ് പോലും കാണില്ലായിരുന്നു. ബൈ ചാൻസ് കണ്ടുപോയാലേ കണ്ട്. ഇതിനായിട്ട് കാണുന്നില്ല. ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും മോശമായിട്ടല്ല കേട്ടോ. ആരും കാണുന്നതും കുറ്റമല്ല. അതല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഈ എന്താണ് ഒരു ഇതിൻ്റെ മാഗസീനോ ബോഡി ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇതിനായിട്ട് കണ്ടിരിക്കുക
ജസ്റ്റ് ഇൻസ്റ്റയിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് കാണാം, ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ കാണാന്നല്ലാണ്ട് അത് കണ്ടിട്ട് ഞാൻ ഒരിക്കലും മോട്ടിവേറ്റഡ് ആവുക ഒന്നുമില്ല. എനിക്ക് ഞാൻ തന്നെ മതി, ധാരാളം. രഞ്ജുബായ് ബാത്റൂം പോയ ഒന്നോ കുറച്ച് നേരത്തെ കാണാണ്ടായത് നമ്മളെ കാണാനിട്ടല്ല, നമ്മള് ബാത്റൂമിലേക്ക് മുങ്ങിയതാ. അപ്പിടാൻ മുട്ടിയതാണോ എന്നൊരു സംശയം. ഞാൻ പുഷ് ചെയ്ത് കണ്ടിട്ട് നിനക്ക് എന്തിനാ അപ്പിടാൻ മുട്ടിയാണ്? ഞാൻ പുഷ് ചെയ്യുന്ന കണ്ടിട്ട് നിനക്ക് എനിക്കല്ലേ മുട്ടണ്ട്, നിനക്ക് എന്തിനാ മുട്ടുന്നത്? ബട്ട് വൈ? എന്താ അതൊക്കെ മറ്റേ കറി പിടിക്കുന്ന മനസ്സിലാക്കാം. ഞാൻ ബാത്റൂം പോയ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ വർക്കൗട്ട് മറ്റേ ക്രോസ് ഓവർ കഴിഞ്ഞ് ടെക്ടേക്ക് തുടങ്ങി. ചെസ്റ്റിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ബൈസെപ്സ് 2 വർക്കൗട്ട് ബൈസെപ്സിന് ചെയ്തിട്ട് ഔട്ട് നോക്കും. ഇത് തുടങ്ങിയതിന് ശേഷം പോയാൽ മതിയായിരുന്നു, ഇതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ മിസ്സാക്കി. ഞാൻ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ നീ ഇപ്പൊ ബാത്റൂമിൽ പോയി എന്ന് പറയുന്നത് അതാണ്. നീ അത് പറയല്ലേ, മറ്റേ വർക്കൗട്ടിനെ കുറിച്ച് മാത്രം പറയുന്നൊക്കെ എന്തിനു പറയാ? മനുഷ്യന് സാധാരണ അല്ലേ ബാത്റൂമിൽ പോകുന്ന ഇതൊക്കെ. ഇതൊക്കെ ഇപ്പൊ എന്ത് ചമ്മാനം ഉണ്ടാവാനുള്ളത്? അങ്ങനൊന്നും ഇല്ല. ഞാൻ പോയി വരണോ? കൺട്രോൾ നീ ഇടയ്ക്കിടയ്ക്ക് വേണേ വ്ളോഗ് എടുക്കാട്ടോ, എനിക്ക് റെസ്റ്റ് ആണല്ലോ. ഈ പേര് പറഞ്ഞാല് ഞാൻ എന്നെ വർക്കൗട്ട് ചെയ്യിക്കാൻ നിർബന്ധിക്കൂലോ. എനിക്ക് വ്ളോഗിന് വലിയ താല്പര്യമില്ല. സാധാരണ എടുത്ത മയത്തെ റീൽസ് തന്നെ ധാരാളം അല്ലേ? അതും പറഞ്ഞിട്ട് നീ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ആയിക്കോട്ടെ. സെയിം പപ്പി. ഒന്നും ഇണ്ടാതെ ആകെ ഒരു 4 എണ്ണല്ലേ ബാക്കിയുള്ളൂ, അതും കൂടെ കിട്ടൂടെ? ഒരു സെറ്റ് കൂടെ ബാക്കിയുണ്ടല്ലോ, ഫുൾ സ്റ്റാക്ക്. ഇത് ഞാൻ നടന്നു
ഇതിന്റെ ഉള്ളിലെ മാനസിക രോഗിനെ നീ പുറത്തെടുത്ത് ഇനി ഞാൻ വിടുക. മാന്യമായിട്ടൊരു വീഡിയോ ചെയ്തുതരാന്ന് വിചാരിച്ചപ്പോ ഞാൻ സമ്മതിക്കില്ല. മുക്കി മൂളിയിട്ടുള്ള വീഡിയോ നടക്കുള്ളൂ. മാക്സിമം സൗണ്ടൊക്കെ കുറച്ച് നന്നായിട്ട് വൃത്തിയിലാണ് ഞാൻ ചെയ്തിരുന്നു. ഇല്ല, ഇത്ര നേരം ഞാൻ വളരെ മാന്യമായിട്ടാണ് ചെയ്തിരുന്നു. മാന്യത ഞാൻ വിടുക. ഇതിലൊരു കവിളും കൂടെ ഞാൻ ഇറക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു, ഞാൻ ആള് പറയാം. ഈ വീഡിയോന്റെ ക്യാപ്ഷൻ വർക്കൗട്ടിനിടയിൽ സുമേഷ് റാവൻ എന്ത് സംഭവിച്ചു എന്നിട്ട് മറ്റേ വിക്രമിന്റെ സിനിമ അല്ലേ, വിക്രം ഇരട്ടയായിട്ട് ഒന്ന് ആണും പെണ്ണും കെട്ടതും, അന്യനല്ല ആണും പെണ്ണും കെട്ടാന്ന്. എടാ വിക്രം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നില്ല. അതന്നെ അതിലുണ്ട് ഓരെന്തോ ഒരു മരുന്നടിക്കുമ്പോ പെട്ടെന്ന് ഇതാവും. അതുപോലെ ശക്തി ആ കേറിയതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അതൊക്കെ മതി, ഡയലോഗ് നിർത്താ, ഫുള്ളിലിട്. ഫുള്ളിട്ടോ? അതിനല്ലേ ഇപ്പൊ ആ മരുന്ന് കുറിച്ചു. അതിനെ കുറിച്ച് ആ നീന്താ വിചാരിച്ചേ? വെറുതെ ഇളകിയല്ലേ പ്രത്യേകതയുടെ സാധനം. അത് എന്താന്ന് ചോദിച്ചിട്ട് ആരും വരണ്ട. പറഞ്ഞ ഇതിന്റെ അളവ് പറഞ്ഞാൽ എന്റെ കുഴപ്പമുണ്ടോ? എടാ ഒരേ പോലത്തെ ബോട്ടിൽ എടുത്തപ്പോ തന്നെ എനിക്കറിയാം. സ്റ്റാറ്റസ് അടിച്ചില്ലെങ്കിലും ഒരു 50 ഇല്ലെങ്കിലും അല്ലേ നീ നിന്നെ തന്നെ വെറുതെ ഇളകിയ. ഹലോ ഇനി ബൈസെപ്സിലേക്ക് പോകുന്നു. അങ്ങ് ദൂരെയാണ്. കാണാം മറ്റേ സിനിമ തരുന്നു പുഷ്പ. ഇത് മോഹൻലാൽ മോഹൻലാൽ ശക്തി കൂടുന്ന സമയത്താണ് പുഷ്പ അങ്ങനെ ആവുക. പുഷ്പ ബൈസെപ്സുകൾ ഞാൻ വീണാലും നന്നാവും. എന്താ എന്റെ താടി ഞാൻ വെള്ള പെയിന്റ് അടിച്ചെടുക്കണം.
ഫോണിന്റെ ക്ലാരിറ്റി ഫോണിന്റെ ഒരു വെള്ളം ക്ലാരിറ്റി വെള്ളം നമ്മൾ കളർ അടിച്ച കറക്റ്റ് കാണുന്നുണ്ട്. കറുപ്പടിച്ചത് കാണുന്നു. കറുപ്പ് അടിച്ചതല്ലടാ, കറുപ്പ് അടിച്ചത് കറുപ്പ് ഓൾറെഡി. ശരിയാ വെള്ളം അടിച്ചത് കാണുന്നുണ്ട്. ഉണ്ട് ഓവറായില്ലല്ലോ. ഒരു സെക്ഷൻ മണി 10 ചെയ്തിട്ട് 12 മണി വരും. എന്താ മോനെ, രഞ്ജുഭായ് വന്ന്, രഞ്ജുഭായിന്റെ പുതിയ ഫോണാണ്. ഇവിടെ കേറുമ്പോ നമ്മളെ ഫേസ് ഐ ഡി ഉണ്ടല്ലോ, ഞാൻ എന്തോ ഇതില് വർക്കൗട്ടിന് വരുമ്പോ പിരിവ് പോയിട്ടല്ലേ വരിക. ഫേസ് ഐ ഡിയിൽ അവിടെ നിന്നിട്ട് ഭയങ്കര മുടിയൊക്കെ ഭയങ്കര റിസപ്ഷനിലെ പെണ്ണിട്ട് നോക്കി ചിരിക്കണ്ടേ. പറഞ്ഞ ഞാൻ പെട്ടെന്ന് കണ്ണാടി ഒന്ന് വിചാരിച്ചു പോയി. ഒന്നും വിചാരിക്കണ്ട. എടാ അച്ചു, പോക്കറ്റിൽ നീ ഫോൺ എടുത്തു. എടുക്കാൻ കാരണമുണ്ട്. പോക്കറ്റിൽ ഫോൺ വെച്ച് ഡംബൽ കേൾ ചെയ്യാൻ അറിയണ്ടല്ലോ. പുഷ്പക്കേൾ ചെയ്യുമ്പോ പോക്കറ്റിന്റെ അടുത്ത കയ്യെത്താ. പിന്നെ പേര് അതൊന്നും അല്ല കേട്ടോ, ഞാൻ തൽക്കാലത്തേക്ക് വെറുതെ തമാശക്ക് പറഞ്ഞാണ്. സിംഗിൾ ആം ഡബിൾ കേൾ കഴിഞ്ഞ് 5-6ന്റെ അപ്പൊ കേബിൾ കേൾസ് ചെയ്യാം. ഞാൻ സെറ്റ് ബാറിലാണ് ചെയ്യുക. അതിനിപ്പോ നോർമൽ കേബിൾ അല്ലാണ്ട് ഇപ്പൊ ബാർബൽ ചെയ്യുകയാണെങ്കിലും ഞാൻ സെറ്റ് ബാറിൽ തന്നെ ചെയ്യാം. കാരണം സെറ്റ് ബാർ ഭയങ്കര പ്രത്യേകത ഉണ്ടായിട്ടല്ല, എനിക്ക് പ്രൊണേഷൻ കുറവാണ്. അപ്പോ എനിക്ക് സെറ്റ് ബാറാണ് കുറച്ചുകൂടെ കംഫർട്ട്. അതുകൊണ്ട് സെറ്റ് ബാറിലാണ് കഴിയുന്നത് അധികം ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ ഡംബൽസ്. ക്രിസ്മസ് പപ്പടാണ്. സാന്റാക്ലോസ് ആണോ? എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. കിട്ടിയോ? അതൊക്കെ ഉണ്ട്. ചെറിയ വലിയ ഡിസൈൻ ടീഷർട്ടാണ്, ചെറിയ കവറുണ്ട്.
സുമ്മനെ ഓഫ് എന്റെ വർക്കിങ്. ആരാന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ എന്താണ് സ്വപ്നത്തിൽ കണ്ടത് അത് നടന്നു. ഈ ജിമ്മിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാന്. അപ്പൊ മൂപ്പരെ കൂടെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഉടനെ വരും. അപ്പൊ ആള് കണ്ടപ്പോ ഞാൻ വെറുതെ വീട്ടിലേക്ക് വിളിച്ചതാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാട്ടോ. സത്യമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പ്രത്യേകത എന്താ വെച്ചാല് സംസാര സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറെ കൊല്ലങ്ങളായിട്ട് മൂപ്പരെ ഫോളോ ചെയ്യണതാണ്. ഇതിന് ഇങ്ങനെ ഒരു ഇൻട്രോ എനിക്ക് തന്നതിന് വാം സെറ്റ് തന്നെ ആണെന്ന് ഞാൻ വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷെ ഏകദേശം വർക്കിങ്ങിന്റെ അടുത്തെത്തി. ഇനി 2 സെറ്റ് വർക്കിംഗ് തന്നെ വേറെ തന്നെ എടുക്കും. ഇവിടുത്തെ ഈ സെറ്റ് ബാറിൽ ഞാൻ ആദ്യമായിട്ടാ ചെയ്തു. പുതിയ ബാർ വന്നതാണ്. പിന്നെ പുതിയ ജിമ്മായതുകൊണ്ട് വെയിറ്റ്സ് എല്ലാം അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ഏത് മെഷീനിൽ എത്ര വെയിറ്റ് ആണ് നമ്മൾ മാക്സിമം ലോഡ് ചെയ്യാന്നൊക്കെ ഉള്ളത് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ സൈസിൽ വാങ്ങിച്ചിട്ട് ആര് സുന്ദരീനെ കണ്ടോ? സുന്ദരീനെ എന്തൊക്കെയോ എവിടുന്ന് വാങ്ങിയത് ഡ്രസ്? ഓളന്നെ പെട്ട പേരേക്ക് കുലാല. ഇത് ഷോപ്പാണ്. സ്പെല്ലിംഗ് പറ. നമുക്ക് ആദ്യം പുറത്ത് പോണെങ്കിൽ ഞാൻ കൊണ്ടുപോകണം, അല്ലെ അവളെ അമ്മ കൊണ്ടുപോകണം. അപ്പോൾ കൊണ്ടുപോയിട്ട് ഇത് അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് ഇപ്പൊ മൂപ്പര് ഒറ്റയ്ക്ക് ഇറങ്ങി കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് തിന്നിട്ടും ഡ്രസ്സും ഇതൊക്കെ എടുത്തു വന്നിട്ട് ആ സ്ഥലം നമുക്ക് പറഞ്ഞുതരില്ല, കള്ളപ്പേരൊക്കെയാ പറഞ്ഞുതരാം. ഇതിപ്പോ സത്യാന്നാ അവർ പറയുന്നത്. കുലാല. ഓക്കെ, കുനാഫാന്ന് കേട്ടിട്ടുണ്ട്. കുലാല. ഇതുപോലെ ഉണ്ടല്ലോ. ഞാൻ താടി വീശി പഠിക്കേണ്ടി വന്നു. ഇത് സുമ്മന്റെ പെങ്ങളെ മോനാ. പെങ്ങളെ മോൻ, സിസ്റ്റർ മോൻ. എന്റെ സിസ്റ്റർ മോനാണ്, ഡയറക്റ്റ് സിസ്റ്റർ മോനാണ്. ആളിടയ്ക്ക് ഇവിടെ വരും. ഇന്നിപ്പോ പെട്ടെന്ന് യാദൃശികമായിട്ട് വീഡിയോ കോൾ വന്നപ്പോ കാണിച്ചു. അവനവന്റെ പുതിയ ഹെയർ സ്റ്റൈല് കാണിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ആള് ജൂനിയർ നാഷണൽ ബോക്സിംഗ് ചാമ്പ്യനാണ്. ഓനെയും കൂടെ ഇതിൽ കാണിക്കാൻ പറ്റിയ സന്തോഷം. അവനടുത്ത് മറ്റേ പാട്ട് പറഞ്ഞു. ഏത് കല്യാണിയാ? അതീതെ കല്യാണി മണ്ഡറ കല്യാണി. മലയാളി അല്ല കേട്ടോ. എക്കമന്ത കല്യാണി. അടിവായിട്ടെല്ലാം മഞ്ഞുള്ള രാത്രി ചിരി അത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാട് കൈ വഴിയുള്ള കളം
അവനടുത്ത് പാടാൻ പറഞ്ഞ വേറെ ഒന്നിനല്ല, ഓൻ ബാംഗ്ലൂരിലാണ് ജനിച്ചു വളർന്നൊക്കെ അവിടെയാണ്. കൊങ്കണിയാണ് എൻ്റെ മാതിരി തന്നെ. സോ ഞാൻ മലയാളം അറിയുന്ന മാതിരി ഓൻ കന്നഡയാ പറയാ. പക്ഷെ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഫേമസ് ആവുന്ന പാട്ടുകളൊക്കെ ഓൻ പഠിച്ചിട്ട് മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പഠിച്ചതാണ് ഈ പാട്ട്. വേറെന്താ, എന്റെ വർക്കൗട്ട് നിൽക്കട്ടെ. പറഞ്ഞു എന്റെ വർക്കൗട്ട് കഴിഞ്ഞ് അപ്പോൾ ചെസ്റ്റും ബൈസെപ്സും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ നമ്മളതായിട്ടുള്ള ഇങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റിൻ്റെ ഇടയിൽ വേണ്ടില്ല. പക്ഷെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജോളിയാക്കിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്തു പോകുന്നൊന്നും അറിയാനില്ല. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ എൻ്റെ പാർട്ട്ണർമാർ ഇപ്പോഴും ഉണ്ടാവും സാധാരണ വർക്കൗട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മടിച്ചാണ്. അപ്പോൾ രണ്ടാമത് ഓള് ഭംഗി കുറച്ച് കൂടിപ്പോയതിനെ കൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം നിർത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും. എടാ ഇച്ചു കൊങ്കിണിയിൽ പറയും വൈൻഡപ്പ്. അമ്മ വെച്ചിനെത്താ കുറച്ച് മുന്നോട്ട് വാ. ആ വെച്ചിനെത്താ പായ് പോളെ ബൈ ബൈ ഐസ് വർക്കൗട്ട് ചല്ലേ പായ് നെക്സ്റ്റ് പായ് ना പായ് റെസ്റ്റ് പേറാ 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 എന്തൊരു വർക്കൗട്ട് അമ്മിയത് ഇങ്ങനെ ചില പാട്ടിയണി പാട്ടിയോ? പാട്ടി എന്ന് പറഞ്ഞ ബാക്കാണ്. ബാക്കും ട്രൈസെപ്സിന്റെ കൊങ്കണി അറിയാത്തതിനോണ്ട് ട്രൈസെപ്സ് എന്ന് പറഞ്ഞു. ഓക്കെ മലയാളത്തിൽ പറഞ്ഞപ്പോ ശരി. ബൈ 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 ബൈ.